ഫ്യൂച്ചർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 1-2 കാര്യങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് വേറൊരു വിഷയമാണ് സംസാരിക്കുന്നത്. നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, ഇതെങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നത്? പലരും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിലും ഇതെങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്കൊരു സംശയം ഉണ്ടായിരിക്കും. അത് ഏത് കമ്പനിയാണെങ്കിലും ശരി. അപ്പം നമുക്ക് ഈ വീഡിയോയിലൂടെ അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പോളിസി ഡോക്യുമെന്റ് വായിച്ചിരിക്കണം. അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഈ പോളിസി ഡോക്യുമെന്റിൽ എന്തെങ്കിലും തെറ്റുണ്ടായിട്ട് അതിന്റെ പേരിൽ ക്ലെയിം റിജക്റ്റ് ആയി പോവുകയാണെങ്കിൽ അതിന് ഉത്തരവാദിത്തം നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ ഇത്രയും ക്യാഷ് കൊടുത്തെടുത്തൊരു പോളിസി വായിച്ച് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്കാണ് അതിന്റെ പ്രശ്നം. നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പോളിസി വായിച്ച് നോക്കി അതിനകത്ത് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ അഡ്രസ്സിൽ എന്തെങ്കിലും വ്യത്യാസമോ നിങ്ങളുടെ വൈഫിലോ കാര്യങ്ങളോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കൃത്യമായി നോക്കിയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ എന്തെങ്കിലും അസുഖങ്ങളുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് ആ പോളിസി ഡോക്യുമെന്റിൽ മെൻഷൻ ആയിട്ടുണ്ടോ എന്നും കൂടി നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കും. നമ്മൾ ഇത്തരത്തിലെല്ലാം നോക്കി എല്ലാം കഴിഞ്ഞ് നമുക്കൊരു എലിജിബിൾ ആയിട്ടുള്ള ഒരു അസുഖമാണെങ്കിൽ, എലിജിബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡിൽ വരുന്ന അസുഖം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ 3 വർഷത്തിൽ വരുന്നുണ്ടായിരിക്കാം, 30 ദിവസത്തിന് ശേഷം കിട്ടുന്ന ഒരു അസുഖം ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ അതിങ്ങനെ എടുത്തു പറയുന്നില്ല. നിങ്ങളൊരു അസുഖത്തിന്റെ പേരിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, നിങ്ങൾ എന്താണ് അടുത്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ഡോക്ടർ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ ആവശ്യമാണ്, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് അവിടെ ചോദിക്കാറുണ്ട്. ചിലപ്പം ചോദിക്കും, ചിലപ്പം ചോദിക്കത്തില്ല. അപ്പം നിങ്ങൾ ഇത്തരത്തിൽ അഡ്മിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഹോസ്പിറ്റൽ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് നെറ്റ്വർക്ക് ലിസ്റ്റിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു ഹെൽത്ത് കാർഡ് ഉണ്ടായിരിക്കും. ചിലപ്പം ഫിസിക്കൽ കാർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ഉള്ള ഒരു ഡിജിറ്റൽ കാർഡ് ആയിരിക്കാം. ഈ കാർഡിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഈ ഓഫീസുമായിട്ട്, ഇതിനൊരു ഇൻഷുറൻസ് ഡെസ്ക് എല്ലാ ഹോസ്പിറ്റലിലും കാണുമായിരിക്കും. ആ ഇൻഷുറൻസ് ഡെസ്കിന്റെ മെയിലിലേക്കോ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്കോ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. മുമ്പ് നമ്മൾ കാർഡൊക്കെ കാണിക്കുമായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനല്ല, ഫുള്ളി ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കാർഡിന്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് ഇവർ പറയുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു പ്രൂഫ്, ഒരു ID പ്രൂഫ് കൂടെ കൊടുക്കുക. കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ പേരൻസിന്റെ പ്രൂഫ് ആയിരിക്കും കൊടുക്കുന്നത്. ഇത്തരത്തിൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ അസുഖവും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് അവർ നമ്മുടെ ഓഫീസിനൊരു മെയിൽ അയക്കും. എത്ര ദിവസം കിടക്കേണ്ടി വരും, എത്ര രൂപ നമുക്കൊരു കോസ്റ്റ് വരും, ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ഒരു 50,000 ഒക്കെ ആണെങ്കിൽ ഒരു 50,000 എന്നൊക്കെ വെച്ച് ലെങ്ത് ഓഫ് സ്റ്റേയും വെച്ച് എന്താണ് അസുഖത്തിന്റെ പേര്, ഏത് റൂമാണ് നിങ്ങൾ എടുക്കുന്നത് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു മെയിൽ അയക്കും. ഈ മെയിൽ അയക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന നിവാബൂപ്പ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇൻഷുറൻസ് ആണ്. നമുക്ക് അതിലൊരു മെയിൽ ആ സമയത്ത് വരും, നമുക്കും വരും. ഇതുപോലെ ഇതിനൊരു മെയിൽ കൊടുത്തിട്ടുണ്ട്, ഒരു റിക്വസ്റ്റ് പോയിട്ടുണ്ടെന്നുള്ളൊരു മെയിൽ വരും. ഇതേ സമയം തന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ആ ആപ്ലിക്കേഷനകത്ത് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കും. അത്തരത്തിൽ മെയിൽ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഒരു 30 മിനിറ്റ് എടുത്തില്ല. നമുക്ക് ഫസ്റ്റ് അപ്രൂവൽ ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ വന്നു. ഒരു ക്ലെയിം ID വന്നു, ഒരു അപ്രൂവൽ സംഭവങ്ങളും വന്നു. അപ്പം ഈ ക്ലെയിം ID നമ്മൾ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റിന് ഷെയർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ അപ്രൂവലിനകത്ത് ഒരു 50,000 ആണെങ്കിൽ ഒരു 30,000 ഇനിഷ്യൽ അപ്രൂവൽ, നമ്മുടെ ഒരു ക്യാഷ്ലെസ് അപ്രൂവൽ മെയിലും വരും. ഇതാണ് നമുക്ക് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഹോസ്പിറ്റലുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് താമസം വരുത്താതെ തന്നെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ സൺഡേ ഒക്കെയാണ് അഡ്മിറ്റ് ആവുന്നുണ്ടെങ്കിൽ മൺഡേ മോർണിംഗ് തന്നെ നമ്മൾ ഇവരെ കൊണ്ട് അയപ്പിക്കുക. വൈകുന്നേരമൊക്കെ ആയിപ്പോയാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്, വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയെ ഒന്ന് അറിയിക്കുന്നു എന്നുള്ളൊരു ഉദ്ദേശം. ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട് കാര്യങ്ങളൊന്നും ഈ സമയത്ത് വാങ്ങിക്കാറില്ല, എല്ലാം ക്യാഷ്ലെസ് ആയിട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. പിന്നെ നമുക്കൊരു വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ നേരിട്ട് ഒരാൾ വന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കളക്ട് ചെയ്യും. നമ്മുടെ കേസ് ഫയലിന്റെ ഒക്കെ ഫോട്ടോയും കാര്യങ്ങളും എടുക്കും. നമ്മളോട് നേരിട്ട് വിവരങ്ങളൊക്കെ ചോദിച്ചറിയും. നമ്മുടെ ഹിസ്റ്ററി, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളുടെ ID പ്രൂഫൊക്കെ ഒത്തു നോക്കിയിട്ട് അവർ പോകുന്നതായിരിക്കും. ചില വലിയ എന്തെങ്കിലും എമൗണ്ട് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വീഡിയോ വെരിഫിക്കേഷനും കൂടെ ഉണ്ടായിരിക്കും. ചിലപ്പം അവിടെ ഹെഡ് ഓഫീസിനൊക്കെ ഒരു വീഡിയോ വെരിഫിക്കേഷൻ ചിലപ്പം ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിസ്ചാർജ് ആണ്. ഈ ഡിസ്ചാർജ് വരുന്ന സമയത്ത് നമുക്ക് എല്ലാ ബില്ലുകളും എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളോട് അവർ എമൗണ്ട് പറയും. അതിനുശേഷം ഇവർ ഇവിടുന്ന് ഒരു ഫൈനൽ ബില്ല് അയക്കും. ഇത്തരത്തിൽ അയച്ചു കഴിയുമ്പോൾ നമുക്ക് ആ സമയത്ത് ഒരു മെയിൽ വരും, അതുപോലെ ഫൈനൽ ബില്ല് സബ്മിറ്റ് ചെയ്തു വരും. ഏകദേശം എനിക്ക് 1 മണിക്കൂറും 1 മിനിറ്റും 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഫൈനൽ അപ്രൂവൽ ആയിട്ടുള്ള ബില്ല് സെറ്റിലായി കൊണ്ടുവന്നു. എനിക്ക് അതിൽ നിന്ന് ക്യാഷ് ഒന്നും അടയ്ക്കേണ്ടി വന്നിട്ടില്ല. നമ്മളുടെ മുമ്പ് ഉള്ള വീഡിയോ കണ്ടെടുത്തവർക്കും ചിലർക്ക് ഫുള്ള് കവറേജ് ഉള്ള പ്ലാൻ എടുത്തവർക്ക് കയ്യിൽ നിന്നും തന്നെ ആയിട്ടില്ല.
ചിലർക്ക് അവരുടെ പ്ലാൻ അനുസരിച്ചിട്ട് ചെറിയ എമൗണ്ടൊക്കെ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള എമൗണ്ട് എത്രയാണ് അടയ്ക്കേണ്ടത് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ എമൗണ്ട് നമുക്ക് അടച്ച് ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. ഇതാണ് നോർമലിലുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ചിലപ്പം ചില ആൾക്കാർക്ക് ഈ ക്ലെയിം പ്രോസസ് ആകുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും റിജക്ഷനോ സംഭവങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏജന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് വരുന്നൊരു ബുദ്ധിമുട്ട്, ഇതിന്റെ പേരിലുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചില ഹോസ്പിറ്റലുകൾ നമ്മുടെ ഒരു ഡിപ്പോസിറ്റ് നമ്മുടെ എമൗണ്ട് 2000-3000 ഒക്കെ വാങ്ങിക്കാറുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ഉള്ളൊരു റിലേറ്റഡ് ഉള്ള കാര്യമല്ല. എന്തെങ്കിലും കാരണം പറഞ്ഞിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ നമ്മുടെ നിന്ന് വാങ്ങിക്കുന്നത്. എന്നിട്ട് ഫൈനൽ ബില്ല് അപ്രൂവ് ആകുന്ന സമയത്ത് തിരിച്ചു തരാം എന്ന് പറയാറുണ്ട്. ചില ഹോസ്പിറ്റലുകൾ തരും, ചില ആൾക്കാർ അത് പിടിച്ചു വെച്ചിട്ട് പല ന്യായങ്ങൾ പറയുന്നവരുണ്ട്. അത് ഒരിക്കലും ഇൻഷുറൻസ് കമ്പനിയായിട്ട് യാതൊരു ബന്ധമുള്ളതല്ല. അവരുടെ ടൈപ്പ് ആയതിന്റെ പേരിലും അവർ എഗ്രിമെന്റ് ഉള്ളതിന്റെ പേരിലുമാണ് നമ്മളിവിടെ ചെല്ലുന്നതും. അവർ കൃത്യമായിട്ട് എമൗണ്ട് ചിലപ്പം അവർക്ക് ഡിലേ ഉണ്ടാവാം, അത് അവർ തമ്മിലുള്ള എഗ്രിമെന്റിന്റെ ഭാഗമായിരിക്കും. അത് നമ്മൾ നോക്കേണ്ടതില്ല. നമ്മുടെ ഡിപ്പോസിറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരേണ്ട ഉത്തരവാദിത്തം ഹോസ്പിറ്റലിന് തന്നെയാണ്. അത് നിങ്ങൾ നോക്കുക. ഇതാണ് ചില ബുദ്ധിമുട്ട് ചിലർക്ക് ഉണ്ടാവുന്നത്. പിന്നെ വേറെ ചില ആൾക്കാർ പറഞ്ഞു കേട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഫൈനൽ ബില്ല് അയക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പറയും ഞങ്ങളൊരു ഫിനാൻസ് അറേഞ്ച് ചെയ്ത് തരാം, നിങ്ങൾക്ക് ചിലപ്പം ക്യാഷ്ലെസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിലേ വരും, ഞങ്ങളൊരു ഫിനാൻസ് അറേഞ്ച് ചെയ്ത് തരട്ടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇത്തരം ചതിക്കുഴികളിൽ പോയി വീഴാതിരിക്കുക. കഴിവതും ക്യാഷ്ലെസ് ആയിട്ട് തന്നെ അത് ഡിലേ വരുത്തിയാലും ചെയ്തെടുക്കാൻ നോക്കുക. അത് ചില ഹോസ്പിറ്റലുകാരുടെ ഒരു കളക്കളിയാണ്. ഒരു ഫിനാൻസിനെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അവർ ക്യാഷ് ചെയ്ത് നമ്മൾ ഫിനാൻസിന് എമൗണ്ട് കൊടുക്കുക, ഇൻട്രസ്റ്റ് കൊടുക്കുക, പിന്നെ നമുക്ക് റീഇംബേഴ്സ്മെന്റിന് പോയിട്ട് അവിടുന്ന് ക്യാഷ് കളക്ട് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ. ഇത് ചില ഹോസ്പിറ്റലുകാരുടെ തട്ടിപ്പാണ്. അത്തരം കാര്യത്തിൽ വീഴാതിരിക്കുക. കൃത്യമായിട്ട് തന്നെ ഡീറ്റെയിൽസുകൾ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ക്യാഷ്ലെസ് അപ്രൂവൽ ആവത്തുള്ളൂ. ചില ഹോസ്പിറ്റലുകാർ ഇപ്പം ഒരുപാടടുത്ത് കേട്ടിട്ടുണ്ട്, അതിലും ഡിലേ വരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. കാരണം ക്യാഷ്ലെസ് ആകുമ്പോൾ ഇവർക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് എമൗണ്ട് ഹോസ്പിറ്റലിന്റെ അക്കൗണ്ടിലേക്ക് കിട്ടാൻ ചിലപ്പോൾ 1-1.5 മാസമൊക്കെ എടുക്കും. നമ്മൾ നേരിട്ട് ക്യാഷ് അടയ്ക്കുകയാണെങ്കിൽ അവർക്ക് വേഗം തന്നെ കിട്ടും. അപ്പം അതിനകത്തൊരു വരുത്താൻ വേണ്ടിയിട്ട്, ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാഷ്ലെസ്സിനെ മനഃപൂർവ്വം അവർ തടയുന്നതായിട്ട് പല ഹോസ്പിറ്റലിൽ നിന്നും പല കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം പല ആൾക്കാരും വിളിച്ചുള്ള അനുഭവങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പം അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി നമുക്ക് മൂന്നാമതൊരു കാര്യം, നമുക്ക് റീഇംബേഴ്സ്മെന്റ് എന്താണെന്നുള്ളതാണ്. അതായത് നെറ്റ്വർക്കിൽ ഇല്ലാത്തൊരു ഹോസ്പിറ്റലിൽ പോവുക, അല്ലെങ്കിൽ ചിലപ്പോൾ നെറ്റ്വർക്കിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങളുടെ ക്യാഷ്ലെസ് റിജക്റ്റ് ആയി പോകുന്ന സന്ദർഭങ്ങൾ, ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളുടെ ഡെപ്ത് വെരിഫിക്കേഷൻ ഒക്കെ വേണ്ടി വരുന്ന സമയത്തോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് അയച്ച എന്തെങ്കിലും ഡോക്യുമെന്റിന്റെ പുറത്തോ, അല്ലെങ്കിൽ ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ചില അസുഖങ്ങൾ 2 വർഷം വെയിറ്റിംഗ് പീരീഡ് വരേണ്ട അസുഖങ്ങൾ 2 വർഷവും ഒരു 15 ദിവസമൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾ പോയി അഡ്മിറ്റ് ആയാൽ അതിന്റെ പേരിലൊക്കെ ചിലപ്പോൾ കൂടുതൽ വെരിഫിക്കേഷൻ ഒക്കെ വേണ്ടി വരും. ഇത്തരം സമയങ്ങളിലൊക്കെ നിങ്ങൾ റീഇംബേഴ്സ്മെന്റിന് പോകേണ്ടി വരും. അപ്പോൾ റീഇംബേഴ്സ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ക്യാഷ് കൊടുക്കുന്നു, പിന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇൻഷുറൻസ് കമ്പനി തരുന്നു എന്നുള്ള രീതിയാണ്. അതിൻ്റെ ഒരു പ്രോസസ് കൂടെ പറഞ്ഞു തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ ബില്ലുകൾ, ഡിസ്ചാർജ് സമ്മറി കാര്യങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങിക്കുക. പറയുകയാണെങ്കിൽ എന്തൊക്കെ ബില്ലുകളുണ്ടോ, നിങ്ങൾ എന്തൊക്കെ ബില്ല് പേ ചെയ്തിട്ടുണ്ടോ, ബില്ലുകളൊക്കെ കൃത്യമായിട്ട് ഓർഡറിൽ തന്നെ വാങ്ങിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലാബിലെ റിപ്പോർട്ടുകൾ കാര്യങ്ങൾ, സ്കാൻ ചെയ്തതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങൾ, മെഡിസിൻ്റെ ബില്ലുകൾ കാര്യങ്ങളെല്ലാം വാങ്ങിക്കുക. പിന്നെ ഒരു ഡിസ്ചാർജ് സമ്മറി ഉണ്ടായിരിക്കും, അത് ഒറിജിനൽ വാങ്ങിച്ച് അതിനകത്ത് കൃത്യമായിട്ട് സീൽ ഉണ്ടായിരിക്കുക, ഡോക്ടറുടെ ഒപ്പം ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. എല്ലാ ബില്ലുകളിലും ഫ്രണ്ടിൽ തന്നെ കഴിവതും സീൽ വാങ്ങിക്കാൻ നോക്കുക, ബാക്കിലാവാതെ ഫ്രണ്ടിൽ തന്നെ സീൽ വാങ്ങിക്കാൻ നോക്കുക. ഇത് കൂടാതെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് വാങ്ങിക്കേണ്ട ഒരു സംഭവം, ഒരു ഡീറ്റെയിൽ ബില്ല് നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക. നിങ്ങളുടെ ഫുള്ള്, നിങ്ങൾ അഡ്മിറ്റായി അന്നോട്ട് ഡിസ്ചാർജ് ആകുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊരു ബില്ല് തരും. ഒരു 1-2 പേപ്പറായിട്ട് പ്രിന്റ് ചെയ്ത് തരും. അത് നിങ്ങൾ വാങ്ങിച്ച് അവരുടെ സീലും ഒപ്പും വാങ്ങിക്കുക. പിന്നെ നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടതാണ് ഒരു പ്രിസ്ക്രിപ്ഷൻ റിപ്പോർട്ട്. പ്രിസ്ക്രിപ്ഷൻ അതായത് കുറച്ചുകൂടെ ഫസ്റ്റ് കൺസൾട്ടേഷൻ പേപ്പർ എന്ന് പറയും, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ചില അസുഖങ്ങളിൽ ഇൻഷുറൻസ് കമ്പനികൾ ഫസ്റ്റ് കൺസൾട്ടേഷൻ പേപ്പർ ചോദിക്കാറുണ്ട്. അതായത് മുമ്പ് നിങ്ങൾക്ക് ഈ അസുഖം ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ കഴിവതും അതും കൂടി വാങ്ങിക്കാൻ നോക്കുക. കാരണം പിന്നീട് അതിനു വേണ്ടി പോകാതെ നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞിട്ട്, നിങ്ങളൊരു അസുഖം ആദ്യമായിട്ടാണ് അവിടെയാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് വന്നൊരു അസുഖമാണ് എന്നുണ്ടെങ്കിൽ ഡോക്ടറോട് പറഞ്ഞ് ഇത് ഫസ്റ്റ് കൺസൾട്ടേഷൻ പേപ്പർ കൂടി നിങ്ങൾ വാങ്ങിച്ചു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാം കൂടി നിങ്ങളുടെ ഏജന്റിനെ ഏൽപ്പിച്ചാൽ, അതായത് ഏജന്റ് ത്രൂ ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഒരു ഏജന്റിനെ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് എടുത്തത്, നിങ്ങൾക്ക് അതിന് ആരാണോ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ളത് അവരെ ഏൽപ്പിക്കുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഓൺലൈനോ ബാങ്കോ വഴി എടുത്തതിന്
ഒരു ഓഫീസിൽ, അതായത് ഈ കമ്പനികളുടെ നമ്മുടെ നാട്ടിലുള്ള ഓഫീസുകളിൽ ചെന്നാൽ നിങ്ങൾക്ക് സർവീസ് കിട്ടത്തില്ല. നിങ്ങൾ എങ്ങനെയാണോ എടുത്തത് അവരെ നിങ്ങൾക്ക് സർവീസ് തരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ അവരെ ഏൽപ്പിക്കുക. അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി പ്രോസസ്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അതിനോടൊപ്പം തന്നെ നിങ്ങളൊരു ക്യാൻസൽഡ് ചെക്കും കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു വെരിഫിക്കേഷന് ശേഷം ഏകദേശം ഒരു 30 ദിവസത്തിനുള്ളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റ് ക്യാഷ് കിട്ടും. ഇനി ഇല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ പേപ്പർ വേണ്ടി വന്നാൽ അത്തരത്തിൽ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില സന്ദർഭങ്ങളിൽ ക്യാഷ്ലെസ് റിജക്റ്റ് ആയി പോയാൽ അതിനർത്ഥം നിങ്ങളുടെ ക്ലെയിം റിജക്റ്റ് ആയി എന്നല്ല. ഇത് കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ പേപ്പറിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ക്യാഷ്ലെസ് റിജക്റ്റ് ആയതുകൊണ്ട് നിങ്ങളുടെ ക്ലെയിം റിജക്റ്റ് ആവത്തില്ല. നിങ്ങൾക്ക് റീഇംബേഴ്സ്മെന്റ് ചെയ്യാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി റീഇംബേഴ്സ്മെന്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിട്ടും എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ക്ലെയിം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് വഴികൾ ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീണ്ടും റീകൺസിഡറേഷൻ കൊടുക്കുന്നെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ ക്ലെയിം സമാധാനം എന്ന് പറഞ്ഞൊരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അങ്ങനെ കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രീവിയൻസിൽ പോകുന്നെങ്കിൽ അങ്ങനെ പോവാം, ഓംബുഡ്സ്മാനിൽ പോകണമെങ്കിൽ പോവാം. ഇതിനൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഏജന്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരും. കൃത്യമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും തരും. നമ്മളെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിപ്പിക്കാതെ, നമുക്ക് ഒരുപാട് ലോഡ് വരുത്താതെ അവരിതെല്ലാം കൃത്യമായിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു നോർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ തരുന്ന നമ്പറിൽ സംസാരിക്കാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്.